ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ്. അംബേദ്കർ സ്ക്വയർ ഈ പരിപാടിയുടെ ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗം ഷറഫുദ്ദീൻ ബാക്കവിയെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് നിസാം മുടപുരം, സ്വാഗതം ആശംസിച്ച ഉല്ലാസ് ദേവ്, ഉദ്ഘാടന പ്രഭാഷണം നടത്തിയ സബീന ലുക്മാൻ, എപ്പോഴും രാജ്യത്തിൻ്റെ പരമാധികാര മൂല്യങ്ങൾ മുറുകെ പിടിക്കുകയും അധസ്ഥിത പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി സന്ധിയില്ലാ സമര പോരാട്ടങ്ങൾ നടത്തി രാജ്യത്തിന്റെ ചരിത്ര ഭൂമികയിൽ എപ്പോഴും ഇടം നേടിയിട്ടുള്ള DHRMന്റെ മണ്ഡലം പ്രസിഡന്റ് സഹോദരി വിജി ചെമ്പകമംഗലം, സ്വാതന്ത്ര്യം നേടി വർഷങ്ങൾ പിന്നിട്ടിട്ടും സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ വിധിക്കപ്പെടാത്ത നിലയിൽ ഇപ്പോഴും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള സംഗമങ്ങൾക്ക് വേദിയാക്കിക്കൊണ്ടിരിക്കുന്ന, അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരായ സഹോദരങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, 1947 ഓഗസ്റ്റ് 15 രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭ്യമായെങ്കിലും രാജ്യത്തിന്റെ പരമാധികാരം ലഭ്യമാകാതെ വീണ്ടും കാത്തിരിക്കേണ്ടി വന്നു 3 വർഷം കൂടി. 1950 ജനുവരി 26 രാജ്യം പരമാധികാര റിപ്പബ്ലിക്കായത് ഓരോ ഭാരതീയനും വളരെ സന്തോഷത്തോടു കൂടിയാണ് അതിനെ വരവേറ്റത്. സ്വാതന്ത്ര്യം നേടുകയും പരമാധികാര റിപ്പബ്ലിക്കാവുകയും ചെയ്തതിന് ശേഷവും ഇപ്പോഴും രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും തുല്യമായി കാണേണ്ടുന്ന ഭരണകൂടവും അവരുടെ അവകാശങ്ങൾ കൃത്യമായി വകവെച്ചു കൊടുക്കേണ്ടുന്ന അധികാരവർഗങ്ങളുമൊക്കെ ഇപ്പോഴും രാജ്യത്തെ പൗരന്മാരോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെയാണ് ഇത്തരത്തിലുള്ള അംബേദ്കർ സ്ക്വയറിലൂടെ SDPI മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം. ഓരോ റിപ്പബ്ലിക് ദിനം വരുമ്പോഴും 3 കാര്യങ്ങളാണ് പ്രധാനമായും രാജ്യം മുന്നോട്ട് വെക്കുന്നത്. അതിലൊന്ന്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സന്ധിയില്ലാ സമര പോരാട്ടം നടത്തി തങ്ങളുടെ രക്തം മുഴുവനും ഭൂമിയിലേക്ക് ചിന്തിച്ച് ആ ഭൂമി മുഴുവനും, രണഭൂമി മുഴുവനും ചുമപ്പ് നിറമായി ഈ രാജ്യത്തിന്റെ ഭൂമികയുടെ മണ്ണ് പരിശോധിച്ചാൽ പോലും ഇവിടുത്തെ പാവപ്പെട്ടവന്റെ രക്തത്തിന്റെ ഗന്ധമുള്ള മണ്ണ് സ്വാതന്ത്ര്യത്തിന്റെ വർഷങ്ങൾ പിന്നിടുമ്പോൾ പോലും രാജ്യത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 3 കാര്യങ്ങളിൽ ഒന്നാമത്തേത്, സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയ ധീര രക്തസാക്ഷിത്വം വരിച്ച വൈദേശിക ആധിപത്യത്തിനെതിരെ എല്ലാ തരത്തിലുമുള്ള സമര പോരാട്ടങ്ങൾ നടത്തി രക്തസാക്ഷിത്വം വരിച്ച് അവരുടെ പേരുകൾ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഇന്ത്യ ഗേറ്റ് പരിശോധിച്ചാൽ 95,300 പേരുടെ പേരുകൾ അവിടെ കാണാൻ നമുക്ക് സാധിക്കും. അതിൽ 65% ഇന്ന് രാജ്യത്തിലെ തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇവർ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണെന്ന് ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ആളുകളാണ്. ഇന്ത്യ ഗേറ്റിന്റെ 95,300 പേരുടെ പേര് പരിശോധിക്കുമ്പോൾ അവിടെ പേര് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതിൽ 65% മുസ്ലിം സമുദായത്തിലെ ആളുകളാണെന്നത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ
സ്വരാജ്യ സ്നേഹം അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പഠിച്ചത് കൊണ്ട് തന്നെ തങ്ങളുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥകളെ കൊള്ളയടിച്ചുകൊണ്ടിരുന്ന, രാജ്യത്തെ ജനങ്ങളെ മുഴുവനും തമ്മിലടിപ്പിച്ചുകൊണ്ടിരുന്ന, വിഭാഗീയതയുടെ വിത്തുവാക്കിക്കൊണ്ടിരുന്ന വൈദേശിക ശക്തികൾക്കെതിരെ എല്ലാവിധത്തിലുള്ള സമര പോരാട്ടങ്ങളും നടത്തി രക്തസാക്ഷികളായ ആളുകളുടെ സ്മരണ പുതുക്കിക്കൊണ്ട് ഓരോ റിപ്പബ്ലിക് ദിനം വരുമ്പോഴും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ത്യ ഗേറ്റിൽ പുഷ്പചക്രം സമർപ്പിക്കും. രക്തസാക്ഷികളായ ആളുകളുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ രക്തചക്രം സമർപ്പിച്ചതിന് ശേഷവും തിരിഞ്ഞു നിന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾ കുഴപ്പക്കാരാണെന്നാണ്. പുഷ്പചക്രം സമർപ്പിച്ച ഇന്ത്യ ഗേറ്റിൽ എഴുതി വെച്ച പേരുകളോട് ഒരല്പമെങ്കിലും കൂറ് പുലർത്തുന്നവരാണെന്നെങ്കിൽ ഹിന്ദുത്വം പേറിയ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോടും സ്നേഹവും വാത്സല്യവും കാണിക്കേണ്ടുന്ന ഭരണകൂടത്തിന്റെ ആളുകൾ ഹിന്ദുത്വം തലയിലേക്ക് കയറിപ്പോയതിന്റെ പേരിൽ, ഫാഷിസത്തിന് തങ്ങളുടെ തലച്ചോറ് പണയം വെച്ചതിന്റെ പേരിൽ പുഷ്പചക്രം സമർപ്പിച്ചതിന് ശേഷവും മുസ്ലിമീങ്ങൾക്കെതിരെയാണ് പലപ്പോഴും പ്രസ്താവനകൾ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമതായി, ഓരോ റിപ്പബ്ലിക് ദിനം വരുമ്പോഴും നടത്തുന്ന നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ലോകത്തെ മുഴുവൻ രാജ്യങ്ങൾക്ക് മുമ്പിലും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ശക്തി തെളിയിക്കുന്ന സൈനിക അഭ്യാസ പ്രകടനങ്ങളാണ്. പലതരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തി ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ശക്തി തെളിയിക്കുന്ന സൈനിക പ്രകടനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ലോകത്തിന്റെ മുമ്പിൽ സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടത്തി ശക്തി തെളിയിക്കുന്നതിനേക്കാൾ ഏറെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ഒരമ്മ പെറ്റ മക്കളെ പോലെ ഐക്യത്തോടെ കഴിയുമ്പോഴാണ് രാജ്യത്തിന് യഥാർത്ഥ ശക്തി വരുന്നതെന്ന് തിരിച്ചറിയാൻ ഇവിടെ നേരത്തെ പറയപ്പെട്ട ഫാഷിസ്റ്റ്വൽക്കരിക്കപ്പെട്ട സർക്കാരിന് കഴിയാതെ പോകുന്നുവെന്നതാണ് നമ്മുടെ രാജ്യം നേടുന്ന വളരെ അപകടകരമായ ഒരു കാര്യം. മൂന്നാമതായി, ഓരോ റിപ്പബ്ലിക് ദിനത്തിലും രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ കാര്യം, വിവിധ സംസ്കാരങ്ങളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സാംസ്കാരിക ഘോഷയാത്രയാണ്. ആ ഘോഷയാത്രയിൽ അണിനിരക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ അവരവരുടെ ആചാരങ്ങൾ, അവരവരുടെ സംസ്കാരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന നിശ്ചല ദൃശ്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സാംസ്കാരിക ഘോഷയാത്രയാണ് മൂന്നാമത്തെ കാര്യം. ഈ ഘോഷയാത്രയിലൂടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സന്ദേശമുണ്ട്. എല്ലാ വർണ്ണങ്ങളെയും, എല്ലാ മതക്കാരെയും, എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ രാജ്യമെന്നാണ്. പക്ഷേ പ്രകടനത്തിന്റെ ഒപ്പം ഒരു പ്രഹസനത്തിനപ്പുറത്തേക്കൊന്നും ഇത്തരത്തിലുള്ള ഒരു സാംസ്കാരിക ഘോഷയാത്രയുടെയും റിസൾട്ട് കാണാൻ സാധിക്കില്ല. പശുവിന്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്നു, ഭക്ഷണം കഴിക്കുന്നതിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്നു. മുഴുവൻ ആരാധനാലയങ്ങൾക്കും സ്വാതന്ത്ര്യം അനുവദിച്ച ഈ രാജ്യത്ത് ചില മതവിഭാഗക്കാരുടെ ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കുന്നു. അതിനുവേണ്ടി കോടതികളിലേക്ക് ഹർജികൾ എങ്ങനെ നിമിഷം തോറും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അത് കേട്ടിട്ട് അതിന്റെ വാദവും അതിനെത്രത്തോളം ശരിയാണെന്ന് മനസ്സിലാക്കേണ്ടുന്ന ഉത്തരവാദിത്വപ്പെട്ട നീതിന്യായ കോടതികൾ പോലും ഒരു പക്ഷം ചേർന്നുകൊണ്ട് മുസ്ലിമീങ്ങൾ ഉൾപ്പെടുന്ന ആരാധനാലയങ്ങൾ തകർക്കുവാൻ ഉത്തരവിട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ മതവിഭാഗം ആളുകളുടെയും ആരാധനാലയങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് ഏറ്റവും നല്ല ഭരണഘടന രേഖപ്പെടുത്തി വെച്ച മഹാനായ ഡോക്ടർ BR അംബേദ്കറുടെ ഭരണഘടന ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയുടെ നിന്ന് പറന്ന് നിലനിൽക്കുമ്പോൾ പോലും ആ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വമുള്ള ഭരണകൂടം ഭരണഘടനയുടെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തുന്ന ദയനീയ കാഴ്ചയാണ് ദൈനംദിനം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിലാണ് രാജ്യത്തിനോട് കൂറുള്ള, രാജ്യത്തെ അധസ്ഥിത പിന്നാക്ക ജനവിഭാഗങ്ങളുടെ കൃത്യമായ വിഷമങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞിട്ടുള്ള, ഈ രാജ്യം എങ്ങനെയാണ് സ്വാതന്ത്ര്യം നേടിയതെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള, ഈ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് കൃത്യമായി ദിശാബോധമുള്ള, ഈ രാജ്യം എങ്ങനെയാകണമെന്നും
മുൻഗാമികൾ എന്താണ് സ്വപ്നം കണ്ടതെന്നും കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുള്ള ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന SDP എന്ന മഹത്തായ നവസാമൂഹിക പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള എല്ലാ ശ്രമങ്ങളുടെയും അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും കൂടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ഉണ്ടാകണമെന്ന് വിനയപുരസ്സരം അറിയിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കും SDP-യുടെ നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് SDP, ജയ് ഹിന്ദ്. ഈ സമ്മേളനം നന്ദി പറഞ്ഞ് സമാപിക്കുന്നതിന് വേണ്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മംഗലാപുരം ബ്രാഞ്ച് പ്രസിഡന്റ് സലാം സാഹിബിനെ ക്ഷണിക്കുകയാണ്. പ്രിയ ജനാധിപത്യ വിശ്വാസികളെ, ഈ പരിപാടിയിൽ ആദ്യാവസാനം വരെ പങ്കെടുത്ത എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും നമ്മുടെ മുഖ്യ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ജില്ലാ കമ്മിറ്റി അംഗവും എല്ലാ വിശിഷ്ടാതിഥികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി അവസാനിപ്പിച്ചു. അറിവാണ് ദൈവമെന്നാദ്യം പഠിപ്പിച്ച ഗുരുനാഥനാണെന്റെ ബാബ. ബാബതൻ ഭജനങ്ങളൊക്കെ ബാബതൻ ഭജനങ്ങളൊക്കെ നവസമകാഹളം